ജനുവരി 27 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഫ്രീഡം ഫ്രം ഗിൽറ്റ് എന്ന തലക്കെട്ടോടുകൂടി കുറ്റബോധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന തലക്കെട്ടാണ്. 12-12 നാലാമത്തെ പടിയുടെ ഭാഗമായിട്ടുള്ള ലിറ്ററേച്ചറാണ്. മറ്റു ആളുകളെ കുറ്റപ്പെടുത്തുക എന്നത് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും നമുക്ക് ഉപേക്ഷിക്കണം എന്ന ബോധ്യം. പലപ്പോഴും നമ്മുടെ കുടിക്കുന്ന കാലഘട്ടമായി കഴിഞ്ഞാലും കുടിക്കാതിരിക്കുന്ന സമയങ്ങളാണെങ്കിലൊക്കെ നമുക്ക് ആളുകൾ വേണ്ട രീതിയിൽ നമ്മളോട് പെരുമാറുന്നില്ല എന്ന് തോന്നൽ വരും. പ്രത്യേകിച്ച് മദ്യപാനമൊക്കെ നിർത്തിയ തുടക്ക കാലഘട്ടങ്ങളിൽ വല്ലാതെ അസ്വസ്ഥത നമുക്ക് പ്രകടമായിട്ട് നമ്മൾ കാണിക്കും. അത്തരം അസ്വസ്ഥതകൾക്ക് നമുക്ക് പറയാനായിട്ട് ഭാര്യ ഉണ്ടായിരിക്കും, പേരിൽ ഭാര്യയുടെ കാര്യങ്ങൾ പറയേണ്ടി വരും, മക്കള്, അമ്മ, അച്ഛൻ, നിരവധി പേരെ നമ്മൾ കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരും, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. ഇവിടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആത്മപരിശോധനയിലേക്ക് തയ്യാറാവുമ്പോൾ, നമ്മുടെ കുഴപ്പങ്ങളും കുറവുകളും നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ഈ മറ്റു ആളുകളെ കുറ്റപ്പെടുത്തുന്ന പരിപാടികൾ അതൊക്കെ നമുക്കും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഏറിയും കുറഞ്ഞുമായിട്ട് നമ്മുടെ ഉള്ളിലും പല പ്രശ്നങ്ങളും ഉണ്ട്. ഇത് നമുക്ക് ബോധ്യമാകുമ്പോൾ, നമ്മുടെ ദുർബലത അംഗീകരിക്കുമ്പോഴേ നമുക്കതൊക്കെ ബോധ്യമാവുള്ളൂ. അപ്പം എന്തായി, നമ്മൾ മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന പരിപാടി അത് നിർത്തുകയാണ്. അപ്പം അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നിടത്ത് പലപ്പോഴും ഇതിനൊക്കെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. നമ്മുടെ ചിന്തയിലും സംസാരത്തിലും കുറ്റപ്പെടുത്തുക എന്നത് ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒഴിവാക്കി വരുമ്പോൾ നമുക്ക് നമ്മളൊരു മോശക്കാരനാണ്, അതുമല്ല. അതാണ് പറഞ്ഞത്, പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഏറ്റവും ആ മൂർധന്യത്തിലും അല്ലെങ്കിൽ ഏറ്റവും അടിയിലും, അങ്ങനെ രണ്ടുമല്ല, ഇതിൻ്റെ മധ്യത്തിലാണ്. നമ്മൾ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്വയം സഹതാപത്തിൽ നേറി നിന്നുകൊണ്ട് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാണ്, എല്ലാം ഞാനൊരു പൊട്ടനാണ്, അല്ലെങ്കിൽ ഞാനൊരു കൊള്ളരുതാത്തവനാണ്, എനിക്കധികം കഴിവില്ല എന്ന്. ഇതല്ല നമ്മുടെ പ്രോഗ്രാം. നമ്മുടെ ദുർബലതകളും കുഴപ്പങ്ങളും അംഗീകരിക്കുന്നത് ഒരിക്കലും സ്വയം സഹതാപമായിട്ടല്ല. നമ്മുടെ ഷെയറിങ്ങിൽ പോലും പല ആളുകളും അറിയാതെയെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒന്നുമല്ല എന്ന് പറച്ചിലുകളല്ല. നമുക്കുള്ളത് എന്താണ്? നമ്മുടെ ദുർബലതകൾ നമുക്ക് കരുത്താക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഴപ്പങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെക്കാൾ വലിയത് നമ്മുടെ കൂട്ടായ്മയുണ്ട്, പ്രോഗ്രാമുണ്ട്, അതിലൂടെ നമ്മൾ മുന്നോട്ട് പോവാണ്. അനിയന്ത്രിതമായ ജീവിതത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഇനി കുറ്റബോധത്തിൽ ഇങ്ങനെ നേറിക്കഴിഞ്ഞത് കൊണ്ടോ, അയ്യോ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ? പ്രോഗ്രാം പറയുന്ന ഒരു പ്രസക്തിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായ സംഭവത്തിലോ, അല്ലെങ്കിൽ ഈ വൈകുന്നേരം ഉണ്ടായ സംഭവത്തിലോ, ഇന്ന് ഇൻ ദ സെൻസ് ഇന്നലെ എന്നുള്ളത്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മണിക്കൂർ മുന്നേ ഞാൻ എന്ത് ചെയ്യാമായിരുന്നു എന്നുള്ളതും, അയ്യോ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ, ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല, വെറുതെ. കാരണം നമ്മളുടെ കുഴപ്പങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ സ്വയം ന്യായീകരണം കണ്ടെത്തുന്നതിൻ്റെ ഫലമാണ് പലപ്പോഴും നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ നിരന്തരമായിട്ട് തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ ഞാൻ അത് ചെയ്തു പോയി, ഇത് പറ്റി. എന്താ വെച്ചാൽ നമ്മൾ തന്നെ നമ്മളെ സ്വയം കുറ്റപ്പെടുത്തി അതിലൊരു ആശ്വാസം കണ്ടെത്തുന്ന ആളുകളാണ്. അവിടെയാണ് പ്രോഗ്രാം പറഞ്ഞത്, അതിൻ്റെ കാര്യമില്ല. അത് പലപ്പോഴും എന്താ ഉണ്ടാവുക, നമ്മൾ പ്രോഗ്രാമിൻ്റെ പുറത്തേക്ക് പോകും, ഒരു ഗുണവും നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മൾ മറ്റുള്ള മനുഷ്യരെ കുറ്റപ്പെടുത്തുന്നില്ല, ചിന്തയിലും പ്രവൃത്തിയിലും ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ ലോ ബ്ലെയിമും നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളാകെ ഒരു വളരെ മോശക്കാരാണ് എന്നുള്ള ഭാവനയിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമൊന്നുമല്ല. പലപ്പോഴും പറയാറുണ്ട് പുരോഗതി ഇങ്ങനെയാണ്, അങ്ങനെയൊന്നുമല്ല. നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട്, പ്രോഗ്രാം മനസ്സിലാവാണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ അന്തരാനയെ കാണുന്ന പോലെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ടാണ് വേറൊരാളുടെയും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രമാണ്. ഒരു മീറ്റിങ്ങിൽ പോലും നമ്മൾ വേറൊരാളെ പരാമർശിച്ച് സംസാരിക്കരുത് എന്ന് പറയാറുണ്ട്. നമുക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് കരുതുക, ആ കുഴപ്പങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്, അത് മറ്റൊരാളുമായിട്ട് ഏറ്റു പറയാൻ തയ്യാറായിട്ടുണ്ട്. അവിടെ കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല, അത് മാറാൻ തയ്യാറാവലാണ്.
അതല്ലാണ്ട് അയ്യോ ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ പറ്റൂ, അത്യാസക്തനാണ്, മറ്റതാണ്, ഈ രീതിയിൽ ഞാൻ ന്യായീകരിച്ചു കൊണ്ടാണ് എൻ്റെ കുഴപ്പങ്ങൾക്ക് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാലത്തും മാറാൻ പറ്റില്ല. അതല്ല, ഞാൻ കൃത്യമായിട്ട് അസ്ഥിരമായ വികാരങ്ങൾ, അത് മറ്റുള്ള ആളുകളുടെ വൈകാരിക പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്കുണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും ഞാൻ വാചാലനായിട്ട് മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ കണ്ടെത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം അത് വളരെ ഈസിയാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാൻ, കുറ്റം കാണാൻ, അവരെ സൂചിപ്പിക്കാൻ, നമുക്കൊരു മീറ്റിങ്ങിൽ അവർക്കൊരു മറുപടി കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്നുകൂടിയൊക്കെ ഒന്ന് അടിച്ചിരുത്തുക എന്ന ധാരണയിലൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ നമ്മുടെ സ്വന്തം ഗത കൊണ്ട് നമ്മളെ തന്നെ പ്രഹരിക്കുക. ആരും നമ്മൾ ഈ പറയണ അഗ്രസീവായി നിൽക്കുന്ന ഒരാള് നമ്മളങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോഴേക്കും അയാൾ മാറുമോ? അയാൾ മാറുമൊന്നുമില്ല. അയാൾ വീണ്ടും അത്തരം പ്രവർത്തികളും അയാൾ ചെയ്ത പ്രവർത്തികളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിന് പകരം അയാളുടെ പ്രവൃത്തി എനിക്ക് കുഴപ്പമുണ്ടാവുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് അതിനെ ചിരിച്ചുകൊണ്ട് തള്ളാൻ പറ്റും. അതുകൊണ്ടാണ് മറ്റുള്ള മനുഷ്യരിൽ നമ്മൾ കാണുന്ന പോരായ്മകൾ, ഇത്തരത്തിലുള്ള പോരായ്മകൾ പലതും നമുക്കുണ്ട് എന്നുള്ളതാണ്. ആ പോരായ്മകൾ കാണാനാണ് ഇവിടെ ഒരു സഹായം സ്വീകരിക്കുകയും മറ്റൊരാളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഏറ്റുപറയാനും അവരുമായി ചേർന്നുകൊണ്ട് മറ്റുള്ളവരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. നമ്മുടെ ഭാര്യയുടെ വാക്കുകൾ നമുക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഭാര്യയുടെ കുറ്റമല്ല, മറിച്ച് അത് നമ്മുടെ കുഴപ്പമാണ് എന്ന ആ തിരിച്ചറിവാണ്. പല രീതിയിൽ മനുഷ്യരുണ്ടാവും. അപ്പോൾ നമ്മുടെ ദുർബലതകൾ തിരിച്ചറിയുകയും നമ്മുടെ ഓരോ കുഴപ്പങ്ങളും അതിനെല്ലാം തരണം ചെയ്യാനായിട്ട് നമുക്ക് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ആ അഭിമാനബോധം സന്തുലിതമാക്കിക്കൊണ്ട് നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മാറാനായി പറ്റുന്നതാണ്. തീർച്ചയായിട്ടും മാറാൻ പറ്റും. നമ്മളത് പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഒരാളോട് ഏറ്റു പറയുന്ന സമയത്തൊക്കെ, ആദ്യകാലത്തൊക്കെ ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് വന്ന മാറ്റം, ഇന്ന സംഭവം ഉണ്ടായിട്ട് അയാളെ എനിക്ക് വല്ലാതെ ഇതായി, എനിക്ക് ഭയങ്കര ഫീലിംഗായി, എനിക്ക് ഭയങ്കര വിഷമായി, എനിക്ക് ദേഷ്യമായി, എനിക്ക് അയാളെ തെറി വിളിക്കാൻ തോന്നി, ഇതൊക്കെ പറയാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ മിസ്റ്റേക്കാണ്, ഏതൊക്കെ തരത്തിലാണെങ്കിലും. അപ്പം ആ രീതിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ കാണാൻ തുടങ്ങുക. നമ്മളെ തന്നെ കാണാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് വിനയം ഉണ്ടാവുള്ളൂ. വിനയം എന്നുള്ളത് അഭിനയിച്ച് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ വിനയമുണ്ട് എന്ന് ഭാവിച്ചത് കൊണ്ടോ ഒന്നും തന്നെ എനിക്ക് ഒരു എളിമയിലേക്ക് വരാനൊന്നും സാധിക്കില്ല. കുറ്റബോധത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ നിൽക്കാൻ തയ്യാറാവുമ്പോൾ സ്വയം സഹതാപം മാറിക്കൊണ്ട് നമ്മുടെ ഷെയറിങ്ങിൽ തന്നെ മാറ്റം ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലപ്പോഴും നമ്മളിങ്ങനെ ഒരു ഒന്നിനും കൊള്ളാത്തവരായിട്ട്, ഇതിൻ്റെ ഫലം എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് ഒന്നിനും കൊള്ളാത്തവരായിട്ട് തന്നെ നമ്മൾ മാറും. നേരെ മറിച്ച് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഒന്നാമത്തെ പടിയുടെ യഥാർത്ഥ രീതിയിൽ നമ്മുടെ ദുർബലതകളും കുഴപ്പങ്ങളും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുർബലതകളും കുഴപ്പങ്ങളും അംഗീകരിക്കുന്നതിലൂടെ കരുത്തിലേക്ക് വളരാനും വളരെ ശക്തമായിട്ട് ആ പ്രതീക്ഷകൾ എന്ന ഭാഗത്ത് ശക്തമായിട്ട് ഏതൊക്കെ പ്രതിസന്ധിയും പ്രശ്നവും വരുമ്പോൾ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുമെന്ന ആ തിരിച്ചറിവ്, കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചുള്ള ദുഃഖങ്ങളല്ല, കഴിഞ്ഞ മണിക്കൂറുകളെക്കുറിച്ചുള്ള ഫീലിങ്ങിലല്ല, മറിച്ച് ഇപ്പോൾ ഈ നിമിഷം എങ്ങനെയാണ് എനിക്ക് സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കാൻ പറ്റുക എന്ന ഓർമ്മപ്പെടുത്തൽ, അത് ദൈനംദിനമായ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്രഷിംഗ് കടന്നൂർ നമുക്ക് ഒരുമിച്ചുണ്ടേ പറയുന്നത്. മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.